ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചെറുബ്സ് വോയജ്. വെൽക്കം ബാക്ക് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്കറിയാം, അത് നമ്മുടെ ഒരു ഒഫീഷ്യൽ വീഡിയോ എന്ന രീതിയിൽ ഒരു വീഡിയോ വന്നിട്ടില്ല. ഒരു ഇൻട്രോ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് വീഡിയോകൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തെ വീഡിയോ ഇതാവുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നു, ഞാനൊരു വലിയ വാഹനപ്രേമിയാണ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ആദ്യത്തെ എൻട്രൻസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെയും ഇന്നും നാളെയായിട്ട് നമ്മുടെ നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന മലയാള മനോരമ നടത്തുന്ന ഓട്ടോ വേൾഡ് എക്സ്പോയിലോട്ടാണ് വളരെ ആകസ്മികമായിട്ട് ഞാൻ എത്തിയത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ കാണുന്ന പോലെ നമ്മൾ ആദ്യം കടന്നു ചെന്നപ്പോൾ തന്നെ കണ്ടത് അവിടെ ഒരു ടീം ചെറിയ രീതിയിൽ ബൈക്ക് സ്റ്റണ്ട് നടത്തുന്നതാണ്. കുറച്ചുണ്ടായിരുന്നുള്ളതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ അവർ വേലിയും ബാക്ക് പോസും ഈ സർക്കിളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിടന്നതിൽ നിന്ന് ടിക്കറ്റ് കാണിച്ചിട്ട് ഒരു പവലിയനിലോട്ടാണ്. അവിടെ ആദ്യം തന്നെ സ്പോൺസേർഡ് ആഡുകൾ പോലെ സ്പോൺസേർഡ് കൗണ്ടറുകളായിരുന്നു. ഇപ്പോൾ സാന്റ മോണിക്ക, ഫ്രിസ്ബി, അങ്ങനെ കുറച്ച് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഫ്രിസ്ബിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അവിടുത്തെ വണ്ടികളും കുറച്ച് നേരം അവിടുത്തെ മിനിയേച്ചർ വണ്ടികളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എന്നതിന് ശേഷം അടുത്ത കൗണ്ടറുകളിലായിട്ടുണ്ടായിരുന്നത് ഒരു അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അങ്ങോട്ടുണ്ടായിരുന്നു കുട്ടികളുടെ പ്രൊജക്റ്റിൻ്റെ കുറച്ച് ഡെമോൺസ്ട്രേഷൻസ് ആയിരുന്നു. പല സ്ഥലങ്ങളിലും പല പ്രൈസുകളും നേടിയിട്ടുള്ള ഈ ബിടെക്കും പോളിടെക്നിക്കും പഠിക്കുന്ന കുട്ടികളുടെ അവർ തന്നെ നിർമ്മിച്ച പ്രൊജക്റ്റുകളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പിന്നീട്. അത് കഴിഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ആംബുലൻസ് കണ്ടു, രാജഗിരി ഹോസ്പിറ്റലിൻ്റെ. അതിനുശേഷം ഒരു റാലി കാർ പോളോ കണ്ടു, പിന്നെ ഓട്ടോ സ്റ്റാർക്കിൻ്റെ ഒരു ഇത്. അതിനുശേഷമാണ് ഈ കാണുന്ന ജീപ്പും ഈ പ്രൊജക്ട്സും കണ്ടത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന പോലെ നമ്മുടെ ബാബ്സിൻ്റെ ഹൈ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇസൂസുവിൻ്റെ മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് ക്രാബ് വാക്ക് പോലെയുള്ള ഫീച്ചറുകൾ ആഡ് ചെയ്തിട്ടുള്ള മാന്യൂര എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ. അതിനുശേഷം നമ്മൾ പവലിയൻ്റെ ശരിക്കുള്ള ഓട്ടോ എക്സ്പോ എന്ന് പറയുന്ന സംഗതി നടക്കുന്ന പവലിയൻ്റെ ഉള്ളിൽ റൈറ്റ് സൈഡിലായിട്ട് ബി എമ്മിൻ്റെ ഒരു 3 മോഡൽ വണ്ടികൾ വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലൊരു ടാറ്റയുടെ ഒരു ഇ വി സെഗ്മെൻറ്റുകൾ 4 വണ്ടികൾ. അത് കഴിഞ്ഞൊരു ബി എമ്മും 2 ജി ടി ആറുകളും ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് ഷോറൂമുകളുടെ ഉണ്ടായിരുന്നു. ഇതൊരു ദുബായ് രജിസ്ട്രേഷൻ ജി ടി ആർ ആണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ളൊരു ജി ടി ആർ. പിന്നെ ഒരുപാട് ഇപ്പോൾ ഷോറൂമുകളുടെ പവലിയൻസ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുസുക്കിയുടെ ഉണ്ടായിരുന്നു, വിസ്റ്റോമൊക്കെ ഉണ്ടായിരുന്നു, ട്രയംഫിൻ്റെ മോഡലുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേതക്ക് ബജാജിൻ്റെ. ഇതിന് ശേഷമാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ ഞാൻ കാണാൻ വന്ന വിൻറ്റേജ് കാറുകളുടെ പവലിയൻ ഉണ്ടായിരുന്നു. പഴയ രാജാവായ ബെൻസ് മുതൽ ഓസ്റ്റിൻ്റെ കുറച്ച് വണ്ടികൾ, അതിനുശേഷം ഒരു മിനി കൂപ്പർ, അങ്ങനെ പല വണ്ടികളും അവരവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മിനി കൂപ്പർ കണ്ടപ്പോൾ ഇതിൻ്റെ കളർ പച്ചയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം നമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് കോരിത്തിരിപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം മിസ്റ്റർ ബീൻ്റെ വണ്ടിയാണിത്. പിന്നെയും ഓസ്റ്റിൻ്റെ വണ്ടി, പിന്നെയും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഫോർഡിൻ്റെ വണ്ടികൾ, അങ്ങനെ 1-2 വണ്ടികൾ പഴയ വണ്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റെഡ് ബുള്ളിൻ്റെ ഒരു സിം റേസിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഒന്ന് ട്രൈ ചെയ്തു. ഒരു 2 ലാപ്പ് വെച്ചിട്ട് അവർ നമുക്ക് ഓടിക്കാൻ തരും. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ PS5 ഒന്നും മുൻപ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സംഗതിയിൽ. അടുത്തതായിട്ട് പിന്നെയും മാഞ്ഞുരാൻ ഗ്രൂപ്പിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. അവരുടെ തന്നെ ഒരു 3-4 വണ്ടികൾ എടുക്കുന്ന ഒരു പവലിയനായിരുന്നു. ഒരു 4 വണ്ടികളുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് വോക്സ് വാഗൻ്റെ വാനായിരുന്നു. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു സിംഗിൾ പവലിയൻ, ഒരു സിംഗിൾ ഒരാളുടെയാണ് ഓണർഷിപ്പിലാണെന്ന് പറയുന്നു. ഒരു ലാംബോർഗിനിയും ഒരു പോർഷയും ഒരു ഗോൾഡ് വിങ്ങും 2 ബി എം ഇരിപ്പുണ്ടായി. പിന്നെ ഒരു പവലിയൻ ഷിമ്മർ ഡീറ്റെയിലിങ്ങിൻ്റെ ഉണ്ടായിരുന്നു. മഹീന്ദ്രയുടെ പവലിയനിൽ അവർ പുതിയ BE6ഉം
നിയോ എക്സ് സോറി XEV9യും ഇതുണ്ടായിരുന്നു, ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വോൾവോൻ്റെ പവലിയൻ, കിയയുടെ പവലിയൻ, റോയൽ എൻഫീൽഡിൻ്റെ പവലിയൻ, ഓട്ടോ സ്റ്റാർക്കിൻ്റെ പവലിയൻ, ക്രെറ്റ, ഇലക്ട്രിക് ക്രെറ്റ, ഓട്ടോറിക്ഷ, ഏത്തർ, ഇങ്ങനെ പലതരം പവലിയനുകളുണ്ടായിരുന്നു. വിചാരിച്ചത്ര എക്സ്പെക്ട് ചെയ്തത്ര വണ്ടികളില്ലായിരുന്നെങ്കിൽ കൂടി ആ വിൻറ്റേജ് വണ്ടികളുടെ കളക്ഷൻ തന്നെ, ആ ഒരു കളക്ഷൻ തന്നെ നമ്മളെ ബേസിക്കലി എന്നെ വളരെയധികം എക്സൈറ്റഡ് ആക്കി. കാരണം ഞാൻ ആ ഫസ്റ്റ് കാണിച്ച ബെൻസൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു മോഡൽ ബെൻസാണ്. കിയയുടെ ഐറോസിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെയും ആ സ്റ്റണ്ട് ചെയ്യേണ്ടായിരുന്ന അവർ പിന്നെയും അവിടെ ചെയ്യേണ്ടായിരുന്നു. വീലിയും ബ്രേക്കും എല്ലാം ചെയ്യേണ്ടായിരുന്നു. അതും കുറച്ച് നേരം കണ്ടു ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക. ടിക്കറ്റ് റേറ്റ് 200 രൂപയാണ് ഒരാൾക്ക്. 200 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കാനേ ഞാൻ പറയുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ, അതായത് മലയാള മനോരമ പോലെയാണല്ലോ, അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു 280 റുപ്പീസിന് ഫാസ്റ്റ് ട്രാക്ക് മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ഒന്ന് രണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്.